ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് CHSLൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കാണ് വേക്കൻസിയും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 15/6/2026 ഓപ്പണിംഗ് ഡേറ്റ് പറയുന്നതായിട്ട്. പിന്നെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 5/7/2026 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഈ മാസം 15-ാം തീയതി ഓപ്പൺ ചെയ്തിട്ട് അടുത്ത മാസം 5-ാം തീയതി വരെയാണ് ഇത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് തരം വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 33 തരം വേക്കൻസിയോളം പറഞ്ഞിട്ടുണ്ട്. അതിലേക്കായിട്ട് നിരവധി ഒഴിവുകളും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റ് ഏതാ വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളും ഉണ്ട്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുമ്പോൾ ഏകദേശം 716 വേക്കൻസിയാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക്, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ നോക്കി ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കയറിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓൺലൈൻ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ പോസ്റ്റ് വഴി അയക്കുക അങ്ങനെയുള്ള ഇതൊന്നും പറ്റില്ല. അപ്പോൾ ഓൺലൈൻ വഴി തന്നെ എല്ലാവരും കയറിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. 15/6/2026 സ്റ്റാർട്ടിങ്. 5/7/2026 ലിങ്ക് എക്സ്പയർ ആവുന്ന ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 to 30 വയസ്സ് വരെയാണ് ഇവർ പറയുന്നത്. പിന്നെ മറ്റ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറിക്കാർക്കാണെന്നുണ്ടെങ്കിൽ 5 വയസ്സിൻ്റെ 3 വയസ്സിൻ്റെ ഒക്കെ റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ട്. OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. പിന്നെ SC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിൻ്റെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 ക്വാളിഫിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് 100 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അത് ഓൺലൈൻ വഴി തന്നെയാണ് അടയ്ക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് എക്സാം ഉണ്ടാവും ഓൺലൈനായിട്ടുള്ള. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സബ്ജക്റ്റിലാവും എക്സാം ഉണ്ടാവുക. 120 മിനിറ്റ്സിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. 200 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഫസ്റ്റത്തെ സബ്ജക്റ്റ് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. അതിൽ 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണ്. പിന്നെ ജനറൽ ഇൻ്റൻസ് ഉണ്ട്, 50 ക്വസ്റ്റ്യനും 50 മാർക്കും. പിന്നെ QA ഉണ്ട്, 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണ്. പിന്നെ ജനറൽ അവയർനെസ് ആണ്, അതും 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണ്. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25 ആണ് നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. പിന്നെ ഡോക്യുമെൻറ്റിനോടൊപ്പം തന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണോ അതിൽ വരിക അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ GIൻ്റെയും ഇതിൽ പറയുന്നുണ്ട്, ഏതൊക്കെ ഇതെന്നാണ് വരിക സിലബസ് എന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ QA എന്ന് പറഞ്ഞതിൻ്റെ സിലബസ് പറയുന്നുണ്ട്. നമ്പർ സിസ്റ്റം, പിന്നെ ഫണ്ടമെൻ്റൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ അതൊക്കെ വരുന്നുണ്ട്. ആൾജിബ്ര, ജിയോമെട്രി അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ഇതിൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഇത് ക്രാക്ക് ചെയ്തെടുക്കാം. അത്ര വലിയൊരു എക്സാം എന്ന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ 0.25 ആണ് മൈനസ് മാർക്ക്. അത് ആലോചിച്ചിട്ട് മാത്രം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ രീതിക്കുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് വെരിഫിക്കേഷൻ ഡോക്യുമെൻ്റ്, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടാവും നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നോക്കേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റാണ്. 15/6/2026 ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 15-ാം തീയതി തൊട്ടിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. 5-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് കിട്ടുന്നതിൻ്റെ വെബ്സൈറ്റും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇവർ. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാവും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കുറയും. നമ്മുടെ അവിടെ ഉള്ള പോലെ എക്സാമിൻ്റെ കുറേ ആൾക്കാരൊന്നും ഈ എക്സാം പോയി എഴുതില്ല. അപ്പോൾ എല്ലാവരും അത് നോക്കുക. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.